മന്ത്രി കെ രാജൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മന്ത്രി വി.എസ്. സുനിൽകുമാറിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു. സുനിലേട്ടൻ ഒരു വോട്ട് എന്നതാണ് പ്രചരണം. ഇപ്പോൾ മന്ത്രി കെ രാജൻ നമ്മോട് ചേരുന്നു. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലേക്ക് വോട്ട് ഇപ്പോൾ നേരത്തെ ടി.എം. പ്രതാപനായിരുന്നു, സുരേഷ് ഗോപി ചുമര് എടുത്തു തുടങ്ങി. ഇപ്പോൾ വി.എസ്. സുനിൽകുമാറിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത? അല്ല, ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രചരണവും ആ വിധത്തിൽ നടത്തിയിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഇപ്പോൾ പലതരത്തിലും ആളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിലെന്തെങ്കിലും ആകും, നോക്കിയിട്ട് പറയാവുന്ന കാര്യമേ ഉള്ളൂ. അത് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യമല്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്ന് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ CPM CPIയെ കുരുതി കൊടുക്കുമെന്നാണ് ആ പ്രസ്താവന. അത് ചില ഒത്തീർപ്പുകളുടെ ഭാഗമായിട്ടാണെന്നാണ് പറയുന്നത്. എന്താണ് നമുക്കതിൽ പറയാനുള്ളത്? അല്ല, വളരെ അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പുതിയതായി പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള തൃശ്ശൂർ MP ആണ് പറയുന്നത് തൃശ്ശൂരിൽ UDFും BJPയും തമ്മിലുള്ള മത്സരമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിക്കോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനോ UDFനാകെയോ ഇവിടെ UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന ഏതെങ്കിലും വിധത്തിലുള്ളൊരു അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം. തികച്ചും നിരുത്തരവാദിത്വപരമായ പ്രസ്താവനയാണ് ഫീൽഡ് മനസ്സിലാകാതെ ജില്ലയിൽ നിന്നുള്ള MP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കാം. ഇവിടെ ഏത് വിധേനയും മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്നുള്ളത് കണ്ണുപൊട്ടന്മാർക്ക് തന്നെ അറിയാം. BJPയും കോൺഗ്രസും തമ്മിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരം ലൂസേഴ്സ് ഫൈനലാണ്. അത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ആ മത്സരത്തെക്കുറിച്ചാണ് പ്രതാപം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. എന്തായാലും മുഖ്യധാരാ മത്സരത്തിൽ ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള ഒരു സംവിധാനവുമില്ല. അത് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയിൽ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയണം. അത്രയും അപകടകരമായ വിധത്തിൽ അത് മുന്നേറുകയാണ്. ഒരു തവണ ഒരാശയത്തിന് പറഞ്ഞെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. വീണ്ടും വീണ്ടും അതേ നിലവാരത്തിൽ തന്നെ ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അഭിപ്രായമാണോ എന്ന് പറയണം. ഇന്ത്യയിലാകെ BJPക്കെതിരായ സംഘടിതമായ സമാന ചിന്താഗതിക്കാരെ മുഴുവൻ കൂട്ടുന്ന ഒരു ഘട്ടത്തിൽ ഇത്രയും അപകടകരമായ പ്രസ്താവന നടത്തി BJPയെ സഹായിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് കോൺഗ്രസിന് ഗുണകരമാണ്. മന്ത്രിക്ക് ഒരു മിനിറ്റ് മന്ത്രിക്ക് ഇത് കാണിച്ചു. ഇതാണ് പ്രചരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നാടിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒരു വോട്ട്, അർഹതയ്ക്ക് ഒരു വോട്ട്, സുനിലേട്ടന് ഒരു വോട്ട്, തൃശ്ശൂരിലെ വിദ്യാർത്ഥികൾ, അരിവാൾ, നെൽക്കതിർ, തൃശ്ശൂർ നിയോജകമണ്ഡലം. ഞാൻ പറഞ്ഞത് നേരത്തെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട സുരേഷ് ഗോപിയുടെയും പ്രതാപൻ്റെയും ചുമരെഴുത്തുകൾ അവർ തന്നെ എഴുതിയതാണെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ കേട്ട ഏറ്റവും വലിയൊരു തമാശ, MP തന്നെ പറയുകയാണ്, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും എൻ്റെ അണികൾ അത് അംഗീകരിക്കുന്നില്ല, ഇനി വോട്ട് ചെയ്യാൻ പറഞ്ഞ അണികൾ അംഗീകരിക്കൂ. അവർ രണ്ടും അവരുടെ അണികൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊരു ഏതെങ്കിലും വിധത്തിലുള്ള അഡ്രസ്സുള്ള ഒരു സാധനമല്ല ഇപ്പോൾ കാണിച്ചത്. വിശദാംശങ്ങൾ പരിശോധിച്ചേ പറയാകൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അക്കാര്യത്തിലൊന്നും ഒരു ആശയ അവ്യക്തതയും നിലനിൽക്കുന്നില്ല. കൃത്യനേരത്ത് കൃത്യകാര്യങ്ങൾ അറിയിക്കും. LDFും UDFും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് സീറ്റ് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഒരു നിലയ്ക്കിലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്? ഒരു വിധത്തിലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമാണ് ഞാൻ. ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പറയുകയാണ്, ഒരു വിധത്തിലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ആത്മവിശ്വാസത്തോടെയും ഏറ്റവും കെട്ടുറപ്പോടെയും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 1275 ബൂത്തുകളിലും കമ്മിറ്റികൾ രൂപീകരിച്ച് ശില്പശാലകൾ നടത്തി വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഉത്തരവാദിത്ത ബോധത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതിനെ തകർക്കാനോ അതിനെ മാറ്റാനോ ഒരു സാഹചര്യവും തൃശ്ശൂരിലുണ്ടാകുന്നില്ല. തൃശ്ശൂർ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. BJPയും UDFും വളരെ സജീവമായ രംഗത്തെത്തി കഴിഞ്ഞു. ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥി വൈകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ, സമയത്തിനല്ലേ ഇറക്കുന്നു. BJPയും കോൺഗ്രസ് എവിടെ മുന്നോട്ട് പോയി എന്നാണ് ഈ പറയുന്നത്? രണ്ട് സ്ഥാനാർത്ഥികൾ അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചോ? BJPയുടെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിച്ചു സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥിയെന്ന്, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വം പ്രഖ്യാപിച്ചു പ്രതാപനാണ് സ്ഥാനാർത്ഥിയെന്ന്. ചില ആളുകൾ ഞങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിറങ്ങും, നാളെ അവർ തന്നെ ആകട്ടെ. ഇത് തെരഞ്ഞെടുപ്പിൽ നടത്തേണ്ട സംഘടനാപരമായ ഒരുക്കങ്ങൾ കൃത്യതയോടുകൂടി ഞങ്ങൾ നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ വേണം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടിയാലോചിച്ച് ആ ഘട്ടത്തിൽ നടത്തും. ഞങ്ങളിപ്പോൾ പോകുന്നത് നവകേരള സദസ്സിൻ്റെ തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് 1,07,632 കോടി രൂപ കേരളത്തിന് തരാനുള്ളത് നിഷേധിച്ചും ഗ്രാൻറ്റുകൾ തകർത്തും 3.5 കോടി വരുന്ന ജനങ്ങളെ ആക്രമിക്കാൻ, മറിയക്കുട്ടിമാർക്ക് കൊടുക്കേണ്ട പെൻഷൻ പോലും നിഷേധിക്കാവുന്ന വിധത്തിൽ പണം തരാതെ കേരളത്തെ ആക്രമിക്കുമ്പോൾ അതിനെതിരായി
64-ലെ സ്റ്റാറ്റ്യൂട്ടറി രാഷ്ട്രത്തിന് വേണ്ടി നടന്ന സമരം പോലെ കേരളത്തെ ഒറ്റക്കെട്ടായി ഒരു സമരത്തിലേക്ക് പോവുകയാണ്. 8-ന് ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം അതാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ബൂത്തുകളിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്രകളിലൂടെ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ നടത്തുന്ന വലിയ ജനകീയ കൂട്ടായ്മകൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു രാഷ്ട്രീയ സമരമാണ്. അത് കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്, LDFൻ്റെ അല്ല, കേരളത്തിന് വേണ്ടി നടത്തുന്ന സമരമാണ്. അതാണ് ഞങ്ങളുടെ കൺസേൺ. കെ മുരളീധരനാണ് പറഞ്ഞത്, കോൺഗ്രസ് നേതാവാണെന്ന് പറഞ്ഞത്, തൃശ്ശൂരിൽ CPI CPM കുരുതി കൊടുക്കുന്നു, ആ പ്രയോഗമാണ്. ഞാൻ പറഞ്ഞത് കെ മുരളീധരൻ എങ്ങനെയാണത് തീരുമാനിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയാണ്, തൃശ്ശൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യബോധത്തിൽ യാതൊരു തകരാറുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്നിരുന്നു. വളരെ കൃത്യതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിക്കേണ്ടതും പറയേണ്ടതും തീരുമാനിക്കേണ്ടതുമായ സംഘടനാ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ തർക്കമില്ലാതെ കൃത്യതയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു സംശയവും ഞങ്ങൾക്കിടയില്ല. അങ്ങനെ ഒരു സംശയം ആരെങ്കിലും പുതിയതായി ഉന്നയിക്കുകയും വേണ്ട. കോൺഗ്രസിൻ്റെ കാര്യം ആദ്യം നോക്കണം. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങൾ BJPയോട് മത്സരിക്കുകയാണെന്ന് പറഞ്ഞ് വില കുറഞ്ഞ രാഷ്ട്രീയം ഈ തൃശ്ശൂരിൽ കളിച്ച് കേരളത്തിൽ കളിച്ച് BJP ആളാക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി കൂടി ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ. ആരോടാണ് പറയുന്നത്? മണിപ്പൂരിൽ 2 സ്ത്രീകൾ ആൾക്കൂട്ടാരവത്തിനിടയിൽ ഓടിപ്പോയതിനെക്കുറിച്ച് മഹിളാ പ്രവർത്തകരുടെ മുമ്പിൽ ഒരക്ഷരം പറയുകയോ മാപ്പ് പറയുകയോ ചെയ്യാത്ത പ്രധാനമന്ത്രിയോട്, കേന്ദ്രത്തിന് ഇന്നേ വരെ ഇല്ലാത്തതുപോലെ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്രത്തിനോട്, അതിൻ്റെ പ്രതീകമായ BJPയും ഞങ്ങളും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞാൽ ഇത്രയും നിരുത്തരവാദിത്വപരമായ പ്രശ്നമുണ്ടോ? KPCCയുടെ അഭിപ്രായമാണോ ഈ അഭിപ്രായം? എങ്കിൽ KPCC പറയണം. KPCCയുടെ അഭിപ്രായമാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഈ കാര്യത്തിൽ ഇതാണോ അഭിപ്രായം എന്ന് പ്രചരിപ്പിക്കണം. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തിലെ 20 നിയോജക മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം. ചിലയിടത്ത് BJPയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമുണ്ട്. അത് 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ്. അതിലൊരു സ്ഥലമാണ് തൃശ്ശൂർ. ഓക്കെ.